ഗ്രൗണ്ടിൽ പോണോ അതോ? നമസ്കാരം സാർ. ഞാനാണ് കൃഷ്ണൻകുട്ടി. എന്റെ പൊന്ന് കൃഷ്ണൻകുട്ടി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണെന്ന്. അതിനെ പതിയിരുന്ന് ആക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുക. ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചല്ല സാർ. അന്ന് സാറ് പറഞ്ഞ ജോലിയുടെ കാര്യം. കൊച്ചു എളുപ്പം കാലത്താണോ ജോലി അന്വേഷിച്ചു വരുന്നത്? താൻ പോയിട്ട് പിന്നെ വാ. ഫസ്റ്റ് എന്റെ ജോഗിങ്, പിന്നെ തന്റെ ജോലി. പോ പോ പോ. ജോലി. അല്ലെങ്കിൽ ഇന്നിനി ജോഗിങ് വേണ്ട. മനസ്സ് വല്ലാണ്ട് പേടിച്ചു പോയി. മോളെ കാലി കഴിക്കുന്നില്ലേ? ഇല്ല. അങ്കിൾ എടുക്കാം. വേണ്ട. മോളെ, അങ്കിളിന്റെ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയാ. മോളുടെ കാല് കഴിച്ചിട്ട് അങ്കിൾ എടുത്തോണ്ട് വരുന്നത് മോളുടെ അച്ഛൻ കണ്ടാൽ അച്ഛന് സന്തോഷമാവും. അങ്കിളിന് ജോലിയും കിട്ടും ഒരു പ്രാവശ്യം. ചേച്ചി, ചേച്ചി, എന്ത് പറ്റിയെന്നറിയില്ല. മോളെ താഴെ ഇറക്ക്. ഒന്നുമില്ല. മോളെ താഴെ ഇറക്കണോ? എന്താടോ? ഞാനിങ്ങോട്ട് വരുന്ന വഴി മോള് സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ കാല് കഴിക്കുന്നു പറഞ്ഞു. അതുകൊണ്ട് അപ്പൊ ഞാനങ്ങ് എടുത്തോ? സാറിന്റെ മോളാകുമ്പോ എന്റെ മോളെ പോലെ ഒരു വാത്സല്യം. ഇങ്ങനാന്നോടോ വാത്സല്യം കാണിക്കുന്നത്? സാറിനെ ഒന്ന് ഇംപ്രസ് ചെയ്ത എന്റെ ജോലിയുടെ കാര്യം. 10-15 ദിവസം പണിയുടെ ഒക്കത്ത് വെച്ചാണോ ഇംപ്രസ് ചെയ്യുന്നത്? സോറി സാർ. ഇനി ആരുടെയെങ്കിലും ഒക്കത്തേറി ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ ആട്ടിച്ച് പല്ലെടുത്ത് കളയും. നിന്റെ സ്വഭാവമായ അവക്ക്. KK പൊന്നപ്പൻ പൂരം, CR ശ്യാമളമാക്കം, PC രജനി പൂരുരുട്ടാതി. ഈ 3 നാളുകാരുടെയും പേരിൽ അർച്ചനയും ത്രിമധുരവും മറ്റൊരാൾ കഴിച്ചുവല്ലോ. ഭഗവാനെ, കാരുണ്യവാരിധേ, കാത്തുരക്ഷിക്കണേ. ഈ വർഷമെങ്കിലും എന്റെ പ്രൊമോഷൻ ശരിയാക്കി തരണേ. തുമ്പില്ലാത്ത കേസുകളിൽ കൊണ്ടുവന്ന് ചാടിക്കരുതേ ഭഗവാനെ. സാറിന്റെ ജോലി തൊല്ലയില്ലാതെ തൊഴാനും സമ്മതിക്കേലേടോ. എന്റെ ഭഗവാൻ ഇപ്പൊ സാറാണ് സാർ. സാറിന്റെ അന്നത്തെ ആളുമാറിയുള്ള ഇടി എന്റെ ജീവിതം തകർത്തിരിക്കുകയാണ് സാർ. പരഗതിയില്ലാത്ത ഈ പാവ യുവാവിനെ രക്ഷിക്കണം സാർ. തനിക്ക് ജോലി തരാൻ ഞാൻ ആരാ? എംപ്ലോയ്മെന്റ് ഓഫീസറോ? ആള് മാറി ഇടിച്ചു നേരാ. അതിന് താൻ പോയി കോട്ടയ്ക്കൽ എണ്ണത്തോണി കിടക്കണോ? സാർ എടോ, അതൊരു ചികിത്സയാടോ സാർ. ഈ ജോലി എന്ന് പറഞ്ഞ് നീ എന്റെ പുറകെ നടന്നാൽ ഇടിച്ച് നിന്റെ ചങ്കി ഞാൻ കലക്കി കളയും. അത് ആൾറെഡി കലങ്ങിയിരിക്കുകയല്ലേ സാർ. മാന്യന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നോടാ. തൊഴിച്ച് നിന്റെ ഈശ്വര, യവനെ ഒന്ന് ഒഴിവാക്കി തരണേ. ഈശ്വര, എന്നെ ഒഴിവാക്കാൻ തോന്നരുതേ. പൊന്നപ്പൻ എസ് ഐ എന്നോട് നീതി പാലിക്കുക. ധീര വീര കൃഷ്ണൻകുട്ടി ധീരതയോടെ നയിച്ചോളൂ. നയിക്കാവടാ നായിന്റെ പോലെ. എടോ 319, ആ കൃഷ്ണൻകുട്ടി ഇങ്ങോട്ട് വിളി. ഇടിച്ചവന്റെ എന്താ? കൃഷ്ണൻകുട്ടി മാലയും ബോർഡും മാറ്റിയിട്ട് അകത്തോട്ടെയല്ല ഏമാൻ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും എന്തിനാ വന്നത്? ഞാൻ കൃഷ്ണൻകുട്ടിയല്ലേ വിളിച്ചത്. അവരവിടെ നിക്കട്ടെ, വീണ്ടും ഒറ്റയ്ക്കിരിക്കാനല്ലേ. അയ്യോ, എന്താ കൃഷ്ണൻകുട്ടി അങ്ങനെ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് പോകൂ. എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പ്ലീസ് പോകൂ. ഇരിക്കൂ കൃഷ്ണമോനെ, ഇരിക്കേ. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റുമെന്ന് നീ കേട്ടിട്ടില്ലേ കൃഷ്ണൻ മോനെ? ഇത് ഒരബദ്ധമല്ലല്ലോ സാർ. സാറിനെ ലോക്കപ്പിലിട്ടിടിച്ചു, അമ്പലപ്പറമ്പിലിട്ടിടിച്ചു, ആൾത്തറയിലിട്ടിടിച്ചു. അയ്യോ, നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു കൃഷ്ണൻ മോനെ. നിന്നെ ഇടിക്കുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും നിനക്ക് വേണ്ടി ഒരു ജോലിക്ക് ഞാൻ അലയുകയായിരുന്നു. എന്നിട്ട് കിട്ടിയോ? എടോ സബാസ്റ്റ്യ, ആ കൊഴുക്കട്ടെ ഇങ്ങെടുക്ക്. ഇടിക്കട്ടെയോ? ഇടിക്കട്ടെ അല്ല കൃഷ്ണൻ മോനെ, കൊഴുക്കട്ട കഴിക്ക് കൃഷ്ണൻ മോനെ. നമ്മൾ തമ്മിലുള്ള ബന്ധം ഈ കൊഴക്കട്ടയിൽ ഒതുക്കരുത് സാർ. അയ്യോ, നിനക്ക് ഈ പൊന്നപ്പൻ സാറിന് വിശ്വാസമായില്ലേ? പൊന്നപ്പൻ സാറ് പറഞ്ഞാൽ പറഞ്ഞതാ. ഇതാ നിനക്ക് ജോലിക്കുള്ള ശുപാർശ കത്താണിത്. കൊഴുക്കട്ട. ഇത് ആർക്കുള്ള കത്താണെന്ന് അറിയാമോ? സിറ്റിയിലെ കോടീശ്വരന്മാരിൽ കോടീശ്വരനായ ജഗദീശ്വരയ്യർക്കുള്ളതാണ് ഈ കത്ത്.
ഈ ജഗദീശ്വരയ്യർ ആരാണ് മോനെ? കോടീശ്വരൻ. ഛേ, 9 ഫാക്ടറികൾ, 25 ബസ് സർവീസുകൾ, പിന്നെ ടെക്സ്റ്റൈലുകൾ, എക്സ്പോർട്ടിംഗ്, ഇമ്പോർട്ടിംഗ്, വിമാനം, കപ്പൽ എന്ന് വേണ്ട അയാൾക്കില്ലാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ ആ മഹാനുഭാവന് ഇതിന്റെ യാതൊരു ഭാവവും ഇല്ല. മാടപ്രാവിന്റെ ഹൃദയം ഹൃദയം എന്ന് നീ കേട്ടിട്ടുണ്ടോ? എങ്കിൽ അത് ഈ മനുഷ്യന്റെ ഹൃദയമാണ്. ഡിം 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 ഡിം. ഒറ്റ ഭാര്യ, ഒറ്റ കുട്ടി. മദ്യപിക്കില്ല, പുകവലിക്കില്ല, കള്ളം പറയില്ല, പ്രവർത്തിക്കില്ല. ആഴ്ചയിൽ 2 ദിവസം യാഗം, 3 ദിവസം നിരാഹാര ധ്യാനം. ഈ നിരാഹാരം എന്ന് പറയുന്ന അവിടുത്തെ ജോലിക്കാരെ ബാധിക്കൂ? പാവങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ആവേശമാണ്. അവരെ എങ്ങനെ സഹായിക്കാം, എങ്ങനെ സഹായിക്കാം, എങ്ങനെ സഹായിക്കാം. പിന്നെ ചില കാര്യങ്ങളിൽ ചില നിർബന്ധമുണ്ട്. ഒന്ന് വേഗം പോടോ വെങ്കടി, സാറിപ്പ ഇറങ്ങും. കൊള്ള, നന്നായിരിക്കുന്നേ. ചെല്ല് ചെല്ല് ചെല്ല്. കനകം, മുത്തേ, ഇനി അപ്പാവക്ക് പതിവ് കഴിഞ്ഞിട്ടെന്താ? 1 മണി നേരാച്ച്. ടൈമായി നിർബന്ധിക്കുന്നു. ഓ, നീ മറന്നാലും എന്റെ മോള് മറക്കൂല. കഴിഞ്ഞിട്ടെന്താ? ആ, ഇനി വൈകിക്കണ്ട, സമയം ഒരുപാടായി. 11 മണി വരെ ശുഭസമയം തന്നെയാണ് കനകം. സുബ്രഹ്മണ്യ, ആ, അവൻ പതിവ് പോലെ ശകുനം കാണാനുള്ള പശുക്കിടാവുമായി റെഡി. മുതലാളി ഇറങ്ങാൻ സമയമായിരുന്നു. കൊണ്ടുവന്നേ. ആഹാ, വായിട്ട് നോക്കി നിൽക്കായിരുന്നല്ലേ? ഇങ്ങോട്ട് ദൈവമേ, സാറിപ്പോ വരുമല്ലേ? ഓമാർ ഇനി ഓടിക്കൊണ്ടിരിക്കുകയാണോ? ഓടിക്കില്ല മനുഷ്യർ. അയ്യർ സാറിനെ ഒന്ന് കാണണം. പിന്നെയും പൊന്നപ്പ സാർ എടുത്തു തന്നിട്ടുണ്ട്, അത് കൊടുക്കണ്ടേ? അപ്പ വട്ടമാ. അയ്യോ കടവുളേ. അയ്യർ സാറിന് തരാൻ വേണ്ടി പൊന്നപ്പ സാറ് തന്നയച്ചാ.